നമ്മളെ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് കൂടുതൽ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ ഫ്രെയിമിംഗ് എഫക്ട് നമ്മൾ അറിയാതെ നമ്മുടെ തീരുമാനങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ്. വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്. അവസാനം വരെ കാണുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കനും പ്രസ് ചെയ്യുക. സോ ദാറ്റ് ഇങ്ങനത്തെ വീഡിയോ ഇറങ്ങുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ ടീച്ചർ നിങ്ങളുടെ അടുത്ത് പറയുന്നു 10 ചോദ്യങ്ങളിൽ 2 എണ്ണം തെറ്റി. എന്നാൽ വേറൊരു ടീച്ചർ പറയുന്നു 10 ചോദ്യങ്ങളിൽ 8 എണ്ണം ശരിയായിരുന്നു. ഇതിലേതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം? എങ്ങനെ പറയുന്ന ടീച്ചറിനെ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം? എന്താണ് ഫ്രെയിമിംഗ് എഫക്ട്? നമ്മൾ സത്യം പറയുന്നു, പക്ഷെ ആ പറയുന്ന രീതിയിലുള്ള ചെറിയ മാറ്റം നമുക്ക് വരുത്താൻ സാധിച്ചാൽ നമ്മളെ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് കൂടുതൽ ഉൾക്കൊള്ളാൻ സാധിക്കും. അതവര് മനസ്സിലാക്കി നല്ല തീരുമാനങ്ങൾ എടുത്തും തുടങ്ങും. ഈ ഫ്രെയിമിംഗ് എഫക്റ്റ് പരിശീലിച്ച് നമുക്കതിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. നിങ്ങളുടെ മുമ്പിൽ 2 ബർഗേഴ്സ് വെക്കുന്നു. ശ്രദ്ധിക്കുക, ബർഗേഴ്സ് ആരോഗ്യത്തിന് നല്ലതല്ല. ഇതിൽ ഒരു ബർഗർ 90% ഫാറ്റ് ഫ്രീ, മറ്റേ ബർഗർ 10% ഫാറ്റ് ഉള്ളതാണ്. ഇതിലേതായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക? പറഞ്ഞ 2 കാര്യവും ഒന്നല്ലേ? പക്ഷെ പറഞ്ഞ രീതിയിലുള്ള മാറ്റം നമ്മുടെ തീരുമാനത്തെ മാറ്റി. അപ്പൊ പറഞ്ഞ രീതിയിൽ ഉള്ള മാറ്റം നമ്മുടെ തീരുമാനത്തെ ബാധിച്ചു. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കുറച്ചുകൂടി ആരോഗ്യപ്രദമാണെന്ന് നമുക്ക് തോന്നുന്നു. ഈ തോന്നലിന്റെ കാരണം ആ ഫ്രെയിമിംഗ് എഫക്റ്റ് ആണ്. അപ്പൊ ഹൗ യു ഫ്രെയിം യുവർ സെന്റൻസസ്, നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, അതിന് നമ്മുടെ തീരുമാനങ്ങളെ വലിയ മാറ്റം വരുത്താൻ സാധിക്കും. ഇതും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ പേരൻസ് കുട്ടികളോട് പറയുന്നു, ഇന്ന് നിങ്ങളുടെ മുറി വൃത്തിയാക്കി നിങ്ങളുടെ കളിപ്പാട്ടങ്ങളെല്ലാം അടുക്കി വെച്ചാൽ നാളെ കളിക്കാൻ കൂടുതൽ സമയം തരാം എന്ന് ഒരു പേരന്റ് പറയുന്നു. എന്നാൽ വേറൊരു പേരന്റ് പറയുന്നു, മുറി നീറ്റാക്കി വെച്ചില്ലെങ്കിൽ, കളിപ്പാട്ടങ്ങളെല്ലാം അടുക്കി വെച്ചില്ലെങ്കിൽ നാളെ കളിക്കാൻ സമയം കുറയും. ഏതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം? ഏതായിരിക്കും നിങ്ങൾക്ക് അനുസരിക്കാൻ കൂടുതൽ ഇഷ്ടം? ഒരു ഉദാഹരണം കൂടി. നമ്മുടെ താരങ്ങൾ പറയുന്നു, ഇഫ് യു ടേൺ ഓഫ് യുവർ ടാപ്പ് വൈൽ ബ്രഷിംഗ് യുവർ ടീത്ത്, പല്ല് തേക്കുമ്പം പൈപ്പ് അടച്ചു വെച്ചാൽ ഈ പ്ലാനറ്റിലെ വെള്ളം സംരക്ഷിക്കാം. വി ക്യാൻ കൺസേർവ് ദ വാട്ടർ. എന്നാൽ വേറെ രീതിയിൽ ഇതിനെ പറഞ്ഞാൽ, ഇഫ് യു ഡോണ്ട് ടേൺ ഓഫ് യുവർ ടാപ്പ് വൈൽ ബ്രഷിംഗ് യു ആർ വേസ്റ്റിംഗ് വാട്ടർ. നമ്മൾ ടാപ്പ് അടച്ചില്ല എങ്കിൽ, പല്ല് തേക്കുമ്പോൾ നമ്മൾ ടാപ്പ് അടയ്ക്കുന്നില്ലെങ്കിൽ നമ്മൾ വെള്ളം നഷ്ടപ്പെടുത്തുകയാണ്. ഏതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം? ആദ്യത്തതല്ലേ? ഫ്രെയിമിംഗ് എഫക്ട് മനസ്സിലായി? ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. പിന്നെ ഒരു വളരെ മനോഹരമായ ഒരു ഉദാഹരണം അമേരിക്കയിലെ ഫോറസ്റ്റ് നാഷണൽ പാർക്ക് ആരിസോണയിൽ ഉണ്ട്. അവിടെ വളരെ പുരാതനമായ മരങ്ങളുടെ പീസസ് ഒക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ നാഷണൽ പാർക്കാണ്. അപ്പൊ ആ പാർക്കിൽ വരുന്ന വിസിറ്റേഴ്സ് ഈ മരങ്ങളുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ തറയിൽ നിന്ന് പറക്കി കൊണ്ടുപോകും. പക്ഷെ ഈ കഷ്ണങ്ങൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓൾഡ് ആണ്. കോടാനുകോടി വർഷം പുരാതനമാണ് ഈ ചെറിയ ചെറിയ തടി കഷ്ണങ്ങൾ. അപ്പൊ അവര് തുടക്കത്തിൽ വലിയ വലിയ ബിൽ ബോർഡ്സ് എഴുതി വെക്കുമായിരുന്നു, ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് ഒന്നും കളക്ട് ചെയ്ത് കൊണ്ടുപോകരുതെന്ന്. അങ്ങനെ വെച്ചപ്പം കൂടുതൽ വിസിറ്റേഴ്സ് ഈ തടി കഷ്ണങ്ങൾ എടുത്തുകൊണ്ടുപോകാൻ തുടങ്ങി. പക്ഷെ ഈ എടുത്തുകൊണ്ട് പോകുന്നവർ പലരും 1 മാസം 2 മാസം കഴിഞ്ഞ് അവർക്ക് വിഷമം തോന്നി അവർ കൊണ്ടുപോയ തടി കഷ്ണങ്ങൾ തിരിച്ച് ഇവർക്ക് മെയിലായിട്ട് ഈ പാർക്ക് അതോറിറ്റീസിന് അയച്ചു കൊടുത്തിട്ട് ക്ഷമ ചോദിച്ച് ഞങ്ങൾ ഇത് എടുത്തതാണ്, തിരിച്ചു നൽകുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഈ ബിൽ ബോർഡ്സിൽ ഈ തടി കഷ്ണങ്ങൾ എടുത്ത് കൊണ്ടുപോകരുതെന്ന് എഴുതുന്നതിന് പകരം ഈ ബിൽ ബോർഡ്സ് മാറ്റിയിട്ട് അവരിങ്ങനെ അതിലെഴുതി, ഈ മാസം 25 പേർ ഇവിടുന്ന് തടി കഷ്ണങ്ങൾ കൊണ്ടുപോയവർ ഖേദം പ്രകടിപ്പിച്ച് തിരിച്ച് നമുക്ക് തടി കഷ്ണങ്ങൾ അയച്ചു തന്നുവെന്ന്. അവർക്ക് നന്ദി. ഈ വ്യത്യാസം ഈ ബിൽ ബോർഡ്സിൽ വരുത്തിയതിന് ശേഷം അവിടുന്ന് ഈ ആൾക്കാർ ഈ തടി കഷ്ണങ്ങൾ എടുത്തു കൊണ്ടുപോകുന്നത് വളരെ കുറഞ്ഞു. ഇത് മനസ്സിലായി? ഒരേ കാര്യം നമ്മൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിനനുസരിച്ച് അതിന്റെ ഫലം നമുക്ക് വളരെയധികം മെച്ചപ്പെടുത്താൻ സാധിക്കും. ശരിക്കും യോഗയുടെ ഒരു അർത്ഥം കൂടി ഇതാണ്, യോഗ കർമ്മസു കൗശലം. നമ്മൾ എങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിലുള്ള കുശലത കൂടിയാണ് യോഗം. യോഗ കർമ്മസു കൗശലം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ കുശലത കൊണ്ടുവന്നുകൂടി? ക്യാൻ വി നോട്ട് പ്രാക്ടീസ് ദിസ് സ്കിൽ ആൻഡ് ഇംപ്ലിമെന്റ് ദിസ് സ്കിൽ ഇൻ അവർ ലൈഫ്സ്, ഇൻ അവർ കോൺവെർസേഷൻ, ദ വേ വി എക്സ്പ്രസ്? ചിന്തിച്ചു നോക്കുക. ഇന്ന് ഈ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിൽ ദയവേത് കമന്റ് സെക്ഷനിൽ ഇടുക. ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കണും
പ്രസ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമുക്ക് ഇതുപോലൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഈ ഫ്രെയിമിംഗ് എഫക്റ്റിന്റെ സാധ്യതകൾ ഉൾക്കൊണ്ട് നീങ്ങാം. നമസ്കാരം.